രക്ഷാ ദൗത്യം അത് 5-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൂടുതൽ പ്രതീക്ഷകളുടെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. റമീസ് മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. റമീസ്, 80-ലധികം ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവയുടെ പ്രവർത്തനം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വയനാട് ജില്ലയിലാകെയും തന്നെ ക്യാമ്പുകളുടെ എണ്ണം നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 91 ക്യാമ്പുകളായാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. 91 ക്യാമ്പുകളിൽ 2991 കുടുംബങ്ങളാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 3000-ലധികം പുരുഷന്മാരെയും അതുപോലെ തന്നെ 4000-ലധികം സ്ത്രീകളെയും ഈ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല 27 ഗർഭിണികളായ സ്ത്രീകളും ഈ കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ലാൻഡ് സ്ലൈഡ് സംബന്ധിച്ച് 17 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ 9 ക്യാമ്പുകളായിരുന്നു. പക്ഷേ നിലവിൽ 11 ക്യാമ്പുകൾ കൂടി വർദ്ധിപ്പിച്ചു. 707 കുടുംബങ്ങളിലെ 976 പുരുഷന്മാരെയും 995 സ്ത്രീകളെയും ഈ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കായുള്ള കൗൺസിലിംഗ് സൗകര്യം, അതുപോലെ കൂട്ടത്തിലെ ഗർഭിണികളായി 7 ഗർഭിണികൾ ഈ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഉള്ളവർക്ക് ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല സന്നദ്ധ സേവന സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും അടക്കം നേതൃത്വത്തിൽ ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ തുടങ്ങിയവയും ഈ മേഖലയിലെല്ലാം തന്നെ കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ മന്ത്രിമാരടക്കം കൃത്യമായി പറഞ്ഞത് ഇവിടത്തേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കി അവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന കാര്യമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ പകർച്ചവ്യാധികളടക്കം പകരാൻ സാധ്യതയുള്ളതിനാൽ കർശന ആരോഗ്യ നിർദ്ദേശങ്ങളാണ് എല്ലായിടത്തും തന്നെ നൽകിയത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇടവിട്ട് അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ക്ലീനിങ്ങിന് ഇടയ്ക്കിടെ വികാസം സൃഷ്ടിക്കുന്നത് അവിടേക്കുള്ള സന്ദർശനമാണ്. പ്രത്യേകിച്ച് മഴയാണ്. ആ മഴയത്ത് ചളിയും ചവിട്ടിക്കൊണ്ട് ക്യാമ്പുകളിലേക്ക് പോകുന്നതൊക്കെയും തന്നെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നൊരു പരാതി ക്യാമ്പ് നിവാസികളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് ഇന്നലെ ഉപമന്ത്രിസഭ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു. റമീസ, ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ വയനാടിനെ തിരിച്ചെത്തിക്കാനായിട്ട് അല്ലെങ്കിൽ വയനാടിന് നിരവധി സംഘടനകളും നിരവധി വ്യക്തികളുമാണ് രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കടക്കം ജനങ്ങളുടെ ഒരു സഹായം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള സഹായങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം നിരവധി ആളുകൾ, അത് ചെറിയ തുകയാണെങ്കിൽ കൂടിയും തങ്ങളാൽ കഴിയുന്ന തുക ദുരിതാശ്വാസ നിധിയിലൂടെ സംഭാവന ചെയ്തുകൊണ്ടാണ് വയനാട്ടിനെ വീണ്ടെടുക്കുക എന്ന രക്ഷാദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൗത്യത്തിലേക്ക് ഇവരെല്ലാവരും തന്നെ ഒരുമിച്ചിറങ്ങുന്നത്. റമീസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.